28 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി. പ്രമുഖ കമ്പനികളായ കജാരിയ, ജോൺസൺ, സിംപോളോ, ജാഗ്വർ, ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ, സാനിറ്ററി വെയറുകൾ, ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി. ചെർപ്പുളശ്ശേരിയിൽ വ്യാജ സിദ്ധൻ പോലീസ് പിടിയിൽ. തിരുമിറ്റക്കോട് സ്വദേശി റഫീഖ് മൗലവിയാണ് പോലീസ് പിടിയിലായത്. വീട്ടിൽ നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് വീട്ടമ്മയിൽ നിന്നും 8 പവൻ സ്വർണ്ണാഭരണം തട്ടിയെടുത്ത കേസിലാണ് വ്യാജസിദ്ധനെ ചെർപ്പുളശ്ശേരി പോലീസ് പിടികൂടിയത്. തിരുമിറ്റക്കോട് നെല്ലിക്കാട്ടിരി തെക്കുംകര വളപ്പിൽ 45-കാരനായ റഫീഖ് മൗലവിയാണ് അറസ്റ്റിലായത്. നെല്ലായ സ്വദേശിയായ വീട്ടമ്മയുടെ പരാതിയിലാണ് അറസ്റ്റ്. ചാരിറ്റി സംബന്ധമായ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റിന് താഴെ സഹായം അഭ്യർത്ഥിച്ച് ഫോൺ നമ്പർ സഹിതം കമന്റിട്ട വീട്ടമ്മയാണ് തട്ടിപ്പിനിരയായത്. ഈ നമ്പറിൽ ബന്ധപ്പെട്ട റഫീഖ് മൗലവി വീട്ടമ്മയുടെ വിവരങ്ങൾ അന്വേഷിക്കുകയും താൻ സിദ്ധനാണെന്നും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരാമെന്നും പറഞ്ഞ് വീട്ടമ്മയുടെ വിശ്വാസം നേടിയെടുക്കുകയായിരുന്നു. അബ്ദുൾ റഷീദ് തങ്ങൾ എന്ന വ്യാജ പേരിലായിരുന്നു തട്ടിപ്പ്. ആദ്യം പ്രാർത്ഥനയും മന്ത്രങ്ങളുമെല്ലാം പറഞ്ഞു നൽകി താൻ സിദ്ധനാണെന്ന വിശ്വാസം ഉണ്ടാക്കിയെടുത്തു. കഴിഞ്ഞ ഫെബ്രുവരി ആദ്യമായായിരുന്നു ഇത്. തുടർന്ന് ഫോണിലൂടെ വീട്ടമ്മയുമായി ബന്ധപ്പെടുകയും വീട്ടിനകത്ത് നിധിയുണ്ടെന്നും അത് കിട്ടുന്നതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ചില മന്ത്രങ്ങളും ക്രിയകളും ചെയ്താൽ ഇത് പൊങ്ങി വരുമെന്നും ഇതിനായി വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങൾ 7 ദിവസത്തേക്ക് ഇവിടെ നിന്നും മാറ്റിവെക്കണമെന്നും താൻ വിടുന്ന ആളുടെ പക്കൽ കൊടുത്ത് വിടണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. ഇത് പ്രകാരം മാർച്ച് 1-ന് റഫീഖ് മൗലവി പറഞ്ഞത് പ്രകാരം നെല്ലായിലെ വീടിനടുത്ത് കാത്തുനിന്ന ആളുടെ പക്കൽ വീട്ടമ്മ തന്റെ 8 പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൈമാറി. വീട്ടിലെ മറ്റുള്ളവരുടെ ഈ വിവരം പറഞ്ഞിരുന്നതുമില്ല. തുടർന്ന് 2 ആഴ്ചയോളം ഫോണിൽ ഇരുവരും ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും നിധി ലഭിക്കാതെ വന്നതോടെ വീട്ടമ്മ സ്വർണം തിരികെ ആവശ്യപ്പെട്ടു. എന്നാൽ മാർച്ച് 21-ന് റഫീഖ് മൗലവിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. തുടർന്നാണ് ഇവർ ചെർപ്പുളശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. ഇരുവരും നേരിൽ ഇതുവരെ കണ്ടിരുന്നിട്ടുമില്ല. തുടർന്ന് പോലീസ് ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തൃശൂർ വടക്കാഞ്ചേരി അമ്പലപ്പുരത്തെ വാടക വീട്ടിൽ നിന്നുമാണ് റഫീഖ് മൗലവി കസ്റ്റഡിയിലെടുത്തത്. 2010-ൽ സമാനമായൊരു കേസ് ഇയാളുടെ പേരിൽ പട്ടാമ്പി സ്റ്റേഷനിലുണ്ട്. പ്രതിയുടെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുക്കുപണ്ടങ്ങളുടെ വൻ ശേഖരവും ബില്ലുകളും കണ്ടെത്തിയതായും കൂടുതൽ പേർ ഇത്തരത്തിൽ ഇയാളുടെ വലയിൽ കുരുങ്ങി തട്ടിപ്പിനിരയായതായി സംശയിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. വീട്ടമ്മയിൽ നിന്നും സ്വർണം കൈക്കലാക്കാൻ വന്ന ആൾ റഫീഖ് മൗലവി തന്നെയായിരിക്കുമെന്നും പോലീസ് പറയുന്നു. ആൾമാറാട്ടം, വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. SHO M മുഹമ്മദ് ഹനീഫ, SI-മാരായ D ഷബീബ് റഹ്മാൻ, സുനിൽകുമാർ, മറ്റു ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്നും SI ഷബീബ് റഹ്മാൻ പറഞ്ഞു.